6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടി രാത്രികാലങ്ങളിൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്യുക? ആദ്യമായിട്ട് കുട്ടിയുടെ യൂറിൻ എക്സാമിനേഷൻ ചെയ്യും, റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യും. ഇതിൽ നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അതുപോലെ തന്നെ കുട്ടി ഒഴിക്കുന്ന മൂത്രം വളരെ തിന്നാണോ, അതായത് കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ള മൂത്രമാണോ ഒഴിക്കുന്നത് എന്ന് നമ്മൾ നോക്കും. രണ്ടാമതായി ഒരു അൾട്രാസൗണ്ട് എടുത്ത് നോക്കും. ഇതൊക്കെ എന്തിനാണ് നോക്കുന്നത്? എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി, അതായത് അവയവങ്ങളിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി നോക്കാനും, യൂരീത്ര ഷോർട്ടാണോ നോക്കാനും, ബ്ലാഡറിൽ വല്ല ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പ്രോബ്ലം എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ്. ചില ഹാബിറ്റുകളിലൂടെ തന്നെയാണ് നമ്മളിത് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ബ്ലാഡറിന് ചില ട്രെയിനിങ് കൊടുക്കുന്നു. എങ്ങനെ? നമ്മളൊരു മസിലിനെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യിക്കാൻ വേണ്ടി ചില ട്രെയിനിങ്, മസിലുകൾക്ക് ചില എക്സർസൈസ് കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും നമ്മൾ ബ്ലാഡറിന് ചില എക്സർസൈസാണ് കൊടുക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. വൈകുന്നേരം 5 മണി വരെ ഒന്ന്, 5 മണിക്ക് ശേഷം വേറൊന്ന്. ഇതാണ് ഇതിൻ്റെ രീതി. 5 മണി വരെ കുട്ടിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയുക. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നത് 2 മണിക്കൂറിലാണ് കുട്ടി മൂത്രം ഒഴിക്കുന്നതെങ്കിൽ 2 മണിക്കൂറിൽ ഒഴിക്കേണ്ട, 3, 3.5, 4 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി എന്ന് നമ്മൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ബ്ലാഡർ മാക്സിമം എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി മുഴുവനും ബ്ലാഡർ എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്ലാഡർ യൂറിൻ ഹോൾഡ് ചെയ്യാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ സ്ഫിങ്ക്റ്റർ കൺട്രോൾ ചെയ്യാനും പഠിക്കുന്നു. 5 മണിക്ക് ശേഷം നമ്മൾ വേറൊരു രീതിയിലാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് 5 മണിക്ക് ശേഷം വെള്ളം കുറച്ച് കുടിക്കുകയും യൂറിൻ വേഗം പോയി പാസ് ചെയ്യാനും പറയുക. അതുകൊണ്ട് 5 മണിക്ക് ശേഷം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ബ്ലാഡർ ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പകൽ സമയങ്ങളിൽ 5 മണിക്ക് മുമ്പ് ബ്ലാഡർ കൂടുതൽ എക്സ്പാൻഡ് ആകുമ്പോൾ 5 മണിക്ക് ശേഷം ബ്ലാഡർ ചുരുങ്ങുന്നു. അങ്ങനെ ബ്ലാഡറിൻ്റെ മസിലുകളുടെ കൺട്രാക്ഷൻ കിട്ടുന്നു, സ്ഫിങ്ക്റ്റർ കൺട്രോൾ കിട്ടുന്നു. അങ്ങനെയുള്ള 2 ആക്ഷനിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ.